ലൈഫ് വിത്തൗട്ട് എ ഹോം, ഭവനമില്ലാത്ത ജീവിതം. ഇതെല്ലാം അടിമത്വത്തിൻ്റെയും അനാഥ സ്പിരിറ്റിനുമായിട്ട് കണക്റ്റഡാണ്. ദിസ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഇത് കേൾക്കുന്ന ഭവനങ്ങളിൽ വിടുതലുണ്ട്, പറയുന്ന എൻ്റെ ഭവനത്തിനും വിടുതലുണ്ട്. ഇത് ദൈവമാണ് പറയിപ്പിക്കുന്നതെങ്കിൽ തീർത്തും ഒരു വിളവെടുപ്പുണ്ട്. കണ്ണുനീരോടുകൂടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. വിത്ത് കരഞ്ഞും കൊണ്ട് നമ്മൾ വിത്ത് വിതയ്ക്കാൻ പോകും, പക്ഷേ സന്തോഷത്തോടെ വിളവെടുക്കും. അത് ദൈവത്തിൻ്റെ നീതിയാണ്, അതിന് തെറ്റുപറ്റത്തില്ല. ഒന്നാമത് ദൈവത്തിൻ്റെ നിയമങ്ങൾക്ക് തെറ്റുപറ്റത്തില്ല, അത് ഉറപ്പിച്ചു വരണം. അപ്പം നമ്മൾ കോടതിയിൽ കേസ് ആർഗ്യുകയാണെങ്കിൽ നിയമം എനിക്ക് അനുകൂലമാണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ക്ലയൻറ്റിന് അനുകൂലമാണ്, പിന്നെ ജഡ്ജിനൊന്നും ചെയ്യാനൊക്കത്തില്ല. ഞാനത് പറയും, ജഡ്ജ് അത് എഴുതി വെക്കും, കേസ് ജയിക്കും. അതുതന്നെയാണ് ആത്മീയ ഗോളത്തിൽ ദൈവം എഴുതി വെച്ചിരിക്കുന്ന നിയമമാണ് വേദപുസ്തകത്തിൽ, അതിന് തെറ്റുപറ്റത്തില്ല. അത് അച്ചട്ടായിട്ട് അതിനകത്തുനിന്ന് അടുത്താണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ വചനം കൊള്ളുന്നിടത്ത് പ്രവർത്തിക്കാതിരിക്കാനൊക്കത്തില്ല. കർത്താവ് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു അനാഥത്വ സ്പിരിറ്റുണ്ട്. അത് ഇന്ന് തുടങ്ങിയല്ല, അതൊരു ഇല്ലീഗൽ സ്പിരിറ്റാണ്. അത് അശുദ്ധാത്മാവാണ്. അത് എന്നിൽ നിന്ന്, പിതാവിൽ നിന്നല്ല. അത് ലൂസിഫറിൽ നിന്ന് ആദത്തിൽ വന്നു, ഹവ്വായിൽ വന്നു, അവരിൽ നിന്ന് തലമുറകളിലേക്ക് ഫോട്ടോ കോപ്പി ആഫ്റ്റർ ഫോട്ടോ കോപ്പി. അത് പിന്നെ മാറ്റാനായിട്ട് യേശു ക്രിസ്തു പിതാവ് തൻ്റെ പുത്രനെ അയച്ച് നമ്മളിൽ കൂടെ കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കുമ്പോഴാണ് ആ സ്പിരിറ്റ് മാറുന്നത്. പക്ഷേ ആ സ്പിരിറ്റ് മാറിയെന്ന് പറഞ്ഞാൽ ഈ ജഡം, ഈ ശരീരം ഒരിക്കലും അത് സമ്മതിക്കുന്നില്ല. കാരണം ഈ ചെളി കിടന്നവൻ ആ ചെളി തന്നെ അങ്ങ് കിടന്ന് ജീവിക്കുന്നത്, അതിലൊരു സുഖമായിപ്പോയി. അതാണ് നമ്മുടെ കുഴപ്പം. പക്ഷെ ദൈവം പറയുന്നു, അതിലും കടന്നു പോവാ, അതിലും വലുതായിട്ടൊരു നന്മ നിൻ്റെ മുമ്പിലുണ്ട്. ഇത് പലപ്പോഴും നമ്മളൊക്കെ തന്നെ നമ്മുടെ മക്കളുടെ ആവശ്യം വരുമ്പോഴാണ് ഇതിൻ്റെ സത്യങ്ങൾ മനസ്സിലാക്കുന്നത്. സ്വന്തം കാര്യത്തിന് നമ്മൾ അത്രയും ശ്രദ്ധിക്കൂല. അപ്പോൾ ആൻ ഓർഫൻ ഹാർട്ട് കനോട്ട് ബി കാസ്റ്റ് ഔട്ട്. അതായത് അനാഥത്വ സ്പിരിറ്റിനെ അടിച്ചിറക്കാനൊക്കത്തില്ല. ഇറ്റ് കനോട്ട് ബി ഫോഴ്സ്ഡ് ഔട്ട് ഓഫ് ഹർ. ഇത് നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് എടുത്ത് കളയാനൊക്കത്തില്ല. ദ ഓൺലി ക്യാൻ ബി ഹീൽഡ്. ഒരു ഹീലിംഗ് ആണ് ഇവിടെ, ഒരു ഡോക്ടറിനെ ആവശ്യമുണ്ട്. ഹീലിംഗ് ക്യാൻ ഓൺലി ബി ഫൗണ്ട് ഇൻ ദ ഫാദേഴ്സ് ഹോം. അപ്പൻ്റെ ഭവനത്തിൽ വരെ കൊണ്ടുവരണം. ഡു യു അണ്ടർസ്റ്റാൻഡ് ദ സിഗ്നിഫിക്കൻസ്? ഞാൻ എന്ത് ചെയ്താലും ഇത് ശരിയാകത്തില്ല. ഞാൻ ഒത്തിരി പരിശ്രമിക്കുന്നുണ്ട്, ഒത്തിരി പേർക്ക്. എൻ്റെ ഓർമ്മയായ കാലം തൊട്ട് തന്നെ ഞാൻ മറ്റുള്ളവരുടെ പ്രയാസത്തിൽ ഇടപെട്ടിട്ട് അവർക്ക് വേണ്ടി നിന്നിട്ട് അവസാനം ഞാൻ ആ കുഴി വീഴും. ഇപ്പോൾ ആ കുഴി വീഴാതിരിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ആദ്യകാലങ്ങളിൽ എപ്പോഴും അവരെ സഹായിക്കും, നമ്മൾ ആ കുഴി വീഴും. പിന്നെ ആ നന്മ കിട്ടിയവർ നമ്മളെ ഓർക്കത്ത് പോലില്ല. നമ്മളെ മനസ്സിലേത് മണ്ടത്തരാണ് അന്ന്. പക്ഷേ അതിൽ കൂടെ തന്നെയാണ് പഠിച്ച് കയറി വന്നത്. ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മളെ ദൈവം വിളിക്കുമ്പോൾ ഈ അനാഥത്വ സ്പിരിറ്റിനെ ഹീലിംഗ് ആണ് ആവശ്യം. ഹീലിങ്ങിനൊരു വൈദ്യൻ വേണമല്ലോ. ആ രോഗമാണെങ്കിൽ വൈദ്യം വേണം. ആ വൈദ്യൻ നല്ല വൈദ്യനായ പിതാവാണ് ദൈവം. പിതാവിനൊരു വലിയ ഭവനമുണ്ട്, ആ ഭവനത്തിൽ കൊണ്ടാക്കണം നമ്മൾ. പിന്നെ ജോലി ദൈവത്തിൻ്റെയാണ്. പക്ഷെ നമ്മൾ നമ്മുടെ കഴിവ് വെച്ച് നമ്മുടെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് നമ്മുടെ വചനം, നമ്മൾ ചിലർ കണ്ടിട്ടുണ്ടോ, വചനം പ്രാർത്ഥിക്കാൻ അങ്ങോട്ട് വീട്ടിൽ കയറി ചെന്ന് അവരവരുടെ അഭിപ്രായം മുഴുവൻ, നമ്മളും ഒരു കാലത്ത് അത് ചെയ്യുമായിരുന്നു. നമുക്കറിയാവുന്ന വചനം വെച്ചെല്ലാം നമ്മളങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. കുറച്ച് നേരം ഒന്നും മിണ്ടാതിരുന്ന പരിശുദ്ധാത്മാവ് സംസാരിക്കാതെ നമ്മൾ ചെയ്യൂല. പക്ഷെ മെച്യൂറാകുമ്പോൾ നമ്മൾ പഠിക്കും, നോ, ദിസ് ഐ ക്യാൻ ഓൺലി സേ ഫ്യൂ തിങ്സ്, ദ റെസ്റ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ് ജോബ്. പരിശുദ്ധാത്മാ ഇറങ്ങി വരും. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ വിളിച്ചു വരുത്തുമ്പം പിതാവാം ദൈവത്തിൻ്റെ പുത്രനല്ലേ, പിതാവാം ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് പുത്രൻ കൊണ്ടുവന്നിരുത്തണം നമ്മൾ. അതുകൊണ്ട് എഫെസ്യർക്ക് അത് പറയുന്നത്, ക്രിസ്തുവോ ക്രൂശുമരണം കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടത്ത് നമ്മളെ ഇരുത്തിയിരിക്കുന്നു. അവിടെ ഇരിക്കാതെ എങ്ങനെയാണ്? അവിടെ ഇരുത്തിപ്പിക്കാനാണ് ഇപ്പോഴത്തെ ജോലി, വേറൊന്നും ചെയ്യണ്ട. ഈ ആത്മാക്കളുടെ ഈ വീണ്ടെടുപ്പെന്ന് പറയുമ്പോഴേ, ഈ ആത്മാവ് സർവ്വവ്യാപിയാണ്, ആത്മാവിന് ശക്തിയാണ്. ഇപ്പം ഞാൻ ഇവിടെ ഇരുന്ന് അമേരിക്കയിൽ മക്കളിരിക്കുന്നിടത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് സെൻസ് ചെയ്യാനൊക്കെ ഉടനെ ഞാൻ വെച്ച് പ്രാർത്ഥിക്കുകയല്ല, ഞാൻ ചോദിക്കുന്നത്. അന്നേരം പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ അറിയും. അവിടെ എവിടെ മക്കളിരുന്നാലും, എൻ്റെ മോൻ എവിടെ ഇരിക്കുന്നു, അവിടെ ഐ ക്യാൻ സെൻസ് ഇറ്റ്, ബിക്കോസ് ദി സ്പിരിറ്റ് ഈസ് വെരി അലേർട്ട്. അതുപോലെ നമ്മളെ അനുസരിക്കണം എന്നല്ല, പക്ഷെ നമ്മളവരെയൊക്കെ വേണ്ടി കവർ ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ പരിശുദ്ധാത്മാ നമ്മളോട് പറയുന്നത്, ഇവരെ കൊണ്ട് പിതാവിൻ്റെ ഭവനത്തിൽ കൊണ്ടിരുത്തണം. അതെങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചാൽ, ഒട്ടും അനുസരണം ഇല്ലാത്ത മക്കളാണെന്ന് വിചാരിക്കുക. നമ്മൾ പറഞ്ഞ ഒട്ടും, അങ്ങനെ ഒത്തിരി പേര് ഉണ്ടല്ലോ, എന്ത് ചെയ്ത കള്ളും കുടിച്ച് ഇങ്ങോട്ട് വരുമ്പോഴേ ബഹളം വെച്ച് അങ്ങനെ വരുന്ന പലരും എന്നെ വിളിക്കാറുണ്ട്, എന്താ ചെയ്യണമെന്നിട്ട്. അങ്ങനെയുള്ളപ്പോൾ ഞാൻ എപ്പോഴും പറയും, അവരുടെ ആത്മാവിനെ വിളിച്ച് നിങ്ങൾ സത്യവചനം വായിച്ച് കേൾപ്പിക്കുക. എപ്പോഴും നല്ലത് സങ്കീർത്തനങ്ങളെടുത്ത് അങ്ങോട്ട് വായിക്കണം.
ഒരു 4-5 സങ്കീർത്തനങ്ങൾ അധ്യായങ്ങൾ വായിച്ചു കഴിയുമ്പോഴത്തേക്ക് ഈ ആത്മാവ് അവിടെ ചെന്ന് അല്ലെ ആത്മാവ് കേട്ടു. ആത്മാവിന് കേൾക്കാൻ വെക്കും. അവിടെ മരിച്ചവരെയൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവർ കേൾക്കുന്നു പറഞ്ഞല്ലേ ചെയ്യുന്നു. ജീവിച്ച് മരിച്ചിരിക്കുന്ന ആത്മാവ് വിളിച്ചാൽ, ദൈവം വിളിച്ചാൽ വരാതിരിക്കും? വരും. ലാസറസ് എഴുന്നേറ്റ് വന്നില്ലേ, പിന്നാണോ നമ്മുടെ മക്കൾ വരും, ഉറപ്പ് വരണം. അപ്പം നമ്മൾ ഇവിടുന്ന് വചനം അയച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഈ രോഗശൈലിയിലൊക്കെ ചില അമ്മമാരൊന്ന് പ്രാർത്ഥിച്ചു വരച്ച്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു കൂട്ടുകാർ പറയായിരുന്നു, വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം. അവർ പറയുന്നു, മോന് ഡെങ്കിപ്പണി വന്നിട്ട് രക്തം ശരീരത്തിൻ്റെ ഓരോരോ പ്ലേറ്ററ്റിലെല്ലാം താണ് മരിക്കുന്നു, കോഡ് ബ്ലൂ ഡിക്ലെയർ ചെയ്തു, ഇപ്പം മരിക്കുന്ന സ്ത്രീ മാത്രം ആശുപത്രിയുടെ പുറത്ത് നിന്ന് സംഭവിക്കത്തില്ല, അങ്ങനെ സംഭവിക്കത്തില്ല, ഒക്കത്തില്ല ദൈവമെന്ന് പറഞ്ഞ് ആത്മാവിനെ തിരിച്ചു വരിച്ച് അവനിപ്പം ജീവനോടെ ഇരിക്കുന്നു. അപ്പോൾ വീരയായ സ്ത്രീകൾ ഉണ്ട്. മരിച്ച് സ്ത്രീകൾ പ്രാർത്ഥിച്ചു, അവരുടെ പുരുഷന്മാരെ തിരിച്ചു കൊടുത്തു. എബ്രായ ലേഖനം 11 എഴുതിയിരിക്കുന്നു. ആ വാക്യം വായിക്കാൻ പറയുന്നു. ദൈവം പറയുന്നു ഉണ്ടെന്ന്. എത്രയോ ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി നമ്മുടെ മക്കൾ നിൽക്കുന്ന നമ്മുടെ പ്രാർത്ഥന കൊണ്ടല്ലേ. ഇതൊക്കെ നമ്മൾ എബ്രായ ലേഖനം 11 ഇതൊക്കെ ഓരോന്നെടുത്ത് വായിച്ച സത്യം പറഞ്ഞ് ഈ വേദപുസ്തകത്തിനകത്ത് ഇങ്ങനെ കയറിപ്പോയെങ്കിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ നമ്മളിങ്ങനെ ഇതിനെ അങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ നമുക്കങ്ങ് സങ്കടം വരും. അതുപോലെ അനുഗ്രഹങ്ങളാണ്. എബ്രായ ലേഖനം 11:35 സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. പുരുഷന്മാർക്കെന്നല്ല എഴുതിയിരിക്കുന്നത്. സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. എന്താ മരിച്ച് അടക്കിയെന്നല്ല പറയുന്നത്. ഇതിനൊരു എക്സാമ്പിൾ, ഇതേ വചനം ആഫ്രിക്കയിലൊരു ചെറുപ്പക്കാരൻ, അവർക്ക് 30 വയസ്സെങ്ങനെ ഉള്ളു, ഒരു പാസ്റ്ററുടെ ഭാര്യ. അവിടേക്ക് ഈ പിശാചുക്കളുടെ അന്ധകാരശക്തി കൂടുതലാണ്. ഒത്തിരി സൂപ്പർസ്റ്റിഷൻ ഊഡുയിസമൊക്കെ ഉള്ളിടമല്ലേ. ആ മനുഷ്യൻ കാർ ഓടിച്ചു. പാവങ്ങളെ, കാറിന് ബ്രേക്കില്ലായിരുന്നു. ബ്രേക്കില്ലാഞ്ഞതിനാൽ കാറ് മേളിൽ നിന്ന് താഴോട്ട് വന്ന കാറ് നിൽക്കാതെ താഴെ വന്നിടിച്ചപ്പോൾ സ്റ്റിയറിങ് നെഞ്ചത്ത് കൊണ്ട് അയാൾ മരിച്ചുപോയി. 30 വയസ്സ് പോലും ഇല്ലായിരിക്കും. സുവിശേഷം ചെയ്യുന്നവർ, ദൈവവചനത്തിന് വേണ്ടി ഇറങ്ങിയവർ യാത്രയിൽ ആക്സിഡൻ്റായി. കാരണം ബ്രേക്ക് റിപ്പയർ ചെയ്യാൻ കൈ കാശില്ല. സോ കാറ് പോയി ഇടിച്ചു, നെഞ്ചത്ത് സ്റ്റിയറിങ് ഇട്ട് ചത്തും പോയി. മോർച്ചറി കൊണ്ടുവച്ചു. ഈ സ്ത്രീയോട് ദൈവം ഈ വാക്യം കൊടുത്തു. എബ്രായ ലേഖനം 11:35 ഒന്നും കൂടെ വായിക്കാൻ. സ്ത്രീകൾക്ക്, എബ്രായ ലേഖനം 11:35 സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. ഒരൊറ്റ വചനത്തിൽ അവരങ്ങോട്ട് ഉറച്ചു നിന്നു. മോർച്ചറിയിൽ നിന്ന് അവർ ഈ ശവം എടുക്കാൻ സമ്മതിക്കൂല, അടക്കാൻ. അവസാനം അവരുടെ പ്രാർത്ഥന കൊണ്ട് റെയ്നാൾ ബോങ്കെ എന്ന് പറഞ്ഞ വലിയ പ്രാസംഗികൻ ആ സ്ഥലത്ത് കടന്നു ചെല്ലുന്നെന്ന് അവരറിഞ്ഞു. ഈ സ്ത്രീയുടെ നിർബന്ധം കൊണ്ട് അവരുടെ ഭർത്താവിൻ്റെ ശവം ഇദ്ദേഹം പ്രസംഗിക്കുന്നതിൻ്റെ താഴെ കൊണ്ടുവന്ന് ഇരുത്തി കിടന്നു കിടക്കുന്ന ശവം. കുറേ നേരം റെയ്നാൾ ബോങ്കെ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ ആളുകളെല്ലാം താഴോട്ട് ഓടുന്നു. അങ്ങോട്ട് ക്യാമറാമാനും താഴോട്ട് ഓടും. എന്താണെന്ന് ചെന്ന് അന്വേഷിച്ചപ്പം കുറേ ദിവസങ്ങളായി മരിച്ചു കിടന്ന ഈ മനുഷ്യൻ റെയ്നാൾ ബോങ്കയുടെ വചനം കേട്ട് തിരിച്ച് ജീവനോടെ കടന്നു. അയാൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ അയാൾ ചോദിക്കുന്നത്, എൻ്റെ ഫയൽ എന്തിയാണ്? സ്വർഗത്തിലൊരു ഫയലുണ്ട് എല്ലാവർക്കും കേട്ടോ. അയാൾ ഫയൽ അന്വേഷിക്കുകയാണ്. ജീവൻ്റെ ഫയൽ കൊടുത്താ വിട്ടത്. ആ സ്ത്രീ പറഞ്ഞു, എന്നോട് ദൈവം പറഞ്ഞു, സ്ത്രീകൾ പ്രാർത്ഥിച്ചു, മരിച്ചവർ ഉയർന്നേറ്റു. ഞാനതിൽ വിശ്വസിച്ചു. ആ മനുഷ്യൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. നടക്കുമോ? ഉറപ്പ്, സാഹചര്യം, വിശ്വാസം. ഇതൊക്കെ ഈ വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു ദാനമാകട്ടോ എല്ലാവർക്കും. പക്ഷേ ഇത് പറയുമ്പം എനിക്ക് ആത്മാവിൽ അനേക മക്കൾ സത്യവചനത്തിൽ നിന്ന് മാറിയിട്ട് ജീവനില്ലാതെ ജീവിച്ചു പോവുക. അതായത് മരണം, ആത്മാവ് മരിച്ച് അവരെ വിളിച്ചു വരുത്താൻ നമുക്ക് ഈ വചനം ഉപയോഗിക്കാം. കർത്താവ് നമ്മളെ തിരിച്ചു വിളിക്കുകയാണ്. കർത്താവിൻ്റെ പരിശുദ്ധാത്മ ലൈഫ് വിത്തൗട്ട്. അപ്പോൾ ഈ ഹൃദയമാണ് നിൻ്റെ ഭവനമെങ്കിൽ, ആ ഭവനത്തിനകത്ത് യേശുവാണ് വസിക്കുന്നതെങ്കിൽ, ആ എല്ലാ മുറിയിലും ദൈവവചനം കൊണ്ടാണ് നിറച്ചിരിക്കുന്നതെങ്കിൽ, ദാറ്റ്സ് ദ പ്ലേസ് വെയർ യു മീറ്റ് വിത്ത് ഗാഡ്.
എൻ്റെ ഹൃദയം, വേറൊരിടത്തല്ല. അതാണ് നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ വാസസ്ഥലമായി മാറട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, ഞങ്ങളുടെ ഹൃദയം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ദേഹം, ദേഹി, ആത്മാവിൻ്റെ മുഴുവനും ഏക സ്ഥലം ഹൃദയമാണ്. ഹൃദയത്തിനകത്ത് ഞങ്ങളുടെ ചിന്തകളെ, വിചാരങ്ങളെ, നിലവുകളെ എല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. ഈ ഹൃദയത്തിനകത്ത് രക്തമുണ്ട്, ഇത് പമ്പ് ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങൾ മരിച്ചു. അങ്ങനെ ജീവൻ പോലും നിലനിർത്തുന്ന ഹൃദയത്തിനകത്തൂടെ ആ ഹൃദയം ദൈവത്തിൻ്റെ ഭവനമാക്കി എന്ന് പറയുന്നു. അതിനകത്ത് അവിടുന്ന് വസിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് നാഥ. ഞങ്ങൾ ഈ സത്യവചനം വായിക്കുമ്പം നിൻ്റെ പിതാവാം ദൈവത്തിൻ്റെ ഭവനത്തിനകത്തിരുന്ന് വായിക്കുന്നത് പോലെ ഞങ്ങളെ പഠിപ്പിക്കണം. അനേക സ്ത്രീകൾ അനേക ഭാരമുള്ളവരുടെ ഹൃദയത്തിനാണെന്ന് കർത്താവ് ഇന്ന് ഭാരം ഉരുട്ടി മാറ്റുന്നു. ഒന്നും ഭയപ്പെടണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഭ്രമിച്ച് നോക്കണ്ട. ഞാൻ നിൻ്റെ ദൈവമാണ്, ഞാൻ നിന്നെ ബലപ്പെടുത്തും. വചനം കൊണ്ടല്ലേ ബലപ്പെടുത്തുന്നത്, കർത്താവിൻ്റെ വചനം കർത്താവ് തന്നെയാണ്. ദൈവവചനം ദൈവം തന്നെ. അങ്ങനെയെങ്കിൽ ഞങ്ങൾ വേറെ എങ്ങും നോക്കണ്ടല്ലോ. എൻ്റെ വചനം പറയുന്നു, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദൈവം കൂടെ ഉണ്ടെന്ന്. എത്രയോ പ്രാവശ്യം എൻ്റെ അപ്പൻ മരിച്ച് ജീവിച്ച ഞാൻ കണ്ടു, എൻ്റെ അമ്മ മരിച്ച് ജീവിക്കുന്ന ഞാൻ കണ്ടു. അങ്ങനെ ജീവനെ തന്ന ദൈവം ഇന്നും നമ്മുടെ കൂടെ ഉണ്ട്. കർത്താവേ, നിൻ്റെ ആ ഭവനം, ഞങ്ങളുടെ ഹൃദയം നിൻ്റെ ഭവനമാക്കി മാറ്റിയിട്ട് പൂർണ്ണമായിട്ടും സ്വാതന്ത്ര്യത്തോടെ അവിടുന്ന് ജീവിച്ച് തലമുറകൾക്കും ഇതേ അനുഗ്രഹം കൊടുത്ത് ജീവിക്കുമ്പോൾ വിശ്വാസ ജീവിതത്തിൽ ഞാൻ അവരുടെ ഹൃദയം ദൈവത്തിൻ്റെ ഭവനമാക്കി വിശുദ്ധിയോടെ സ്വീകരിക്കാൻ പഠിപ്പിക്കണേ. ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. ദൈവത്തെ ഭയപ്പെട്ട് ദൈവവചനത്തിൽ ഉറച്ചു നിന്ന് മുൻപോട്ട് പോകാൻ കൃപയിൽ ആ നദി ഒഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനത് ചെയ്യുന്നതിനാൽ സ്തോത്രം. അനേക ഹൃദയങ്ങളിലെ ഭാരമെന്ന് ആ സുനാമി പോലെ വെള്ളമൊഴിച്ച് അപ്പച്ചൻ ഒഴുക്കി മാറ്റിക്കളയുന്നതിന് സ്തോത്രം. പുതിയ ജീവൻ കൊടുക്കപ്പച്ചൻ. യു ആർ എ ഗോഡ് ഹു റീക്രിയേറ്റ്സ്. അതുകൊണ്ടാണ് ബോൺ എഗെയിൻ, വീണ്ടും ജനനം കൊടുക്കുന്ന ദൈവം. ഒന്നാമത് നഷ്ടപ്പെട്ടു പോയി, രണ്ടാമതൊരു ചാൻസ് കൊടുത്തു ആദത്തിന് പോലും. പിന്നാണ് ഞങ്ങൾക്ക് രണ്ടാമതൊരവസരം തരുന്നതിന് സ്തോത്രം ചെയ്തു. തലമുറകളെ തിരിച്ചു കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ വെക്കുന്നു. എല്ലാവരും നിന്നിൽ സന്തോഷിക്കട്ടെ. ഞങ്ങളും വചനം കേൾക്കുന്ന അനേക മക്കൾക്ക് ഇത് അനുഗ്രഹമാക്കി മാറ്റിയതിന് നന്ദി പറയുന്നു. പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.